ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ സാറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IIT എന്ന് പറയുന്ന ഒരു സ്വപ്നത്തെ കുറിച്ചാണ്. സ്വപ്നത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? ഒരു മാത്തമെറ്റിക്സ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് JEE എന്ന് പറയുന്ന എക്സാം. വർഷത്തിൽ 2 തവണയാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക. ഈ 2024 എന്ന് പറയുന്ന അപ്കമിങ് ഇയറിൽ ജനുവരി 24 തൊട്ടാണ് ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് എക്സാമിനേഷൻ. രണ്ടാമത്തെ സെറ്റ് ഓഫ് എക്സാമിനേഷൻ ഏപ്രിൽ 2nd വീക്കിലാണ് വരിക. അപ്പോൾ ഒരു വർഷത്തോളം കഠിനമായി റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളും 8ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ കോഴ്സ് വെച്ച് പഠിക്കുന്ന കുട്ടികൾ വരയ്ക്കും ഈ പറയുന്ന IIT എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള, നമ്മൾ എക്സാമിന് വിളിക്കുന്ന പേര് ജോയിന്റ് എൻട്രൻസ് എക്സാം ആണ്. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടക്ട് ചെയ്യുന്ന ജോയിന്റ് എൻട്രൻസ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ കടമ്പ, ഞാനിവിടെ ഹെഡിങ് തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു കേരളൈറ്റ് പെർസ്പെക്റ്റീവ് എന്നാണ് ആ ഒരു ഹെഡിങ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കടമ്പ കടക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ടച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റഡി മെത്തഡോളജിയാണ്. നമ്പർ 3 എന്ന് പറയുന്നത് റൈറ്റ് മെന്റർഷിപ്പ് ആണ്. അടുത്തത് നമ്മൾ പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആൻഡ് ദ ലാസ്റ്റ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഓഫ് യുവർ ഗോൾ എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈല് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ, ലിവിങ് സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ ആ 24 hours നമ്മൾ എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഉണ്ടായാൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റ്, റിക്രിയേഷൻ, സ്റ്റഡി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ലൈഫിന്റെ ഒരു ബാലൻസിങ് കണ്ടീഷൻ ഉണ്ട് ഇല്ലേ? നമ്മൾ ചിലർ പറയും ഇതൊക്കെ ഒരു ഞാറുമ്മ കളിയാണ്, അല്ലെങ്കിൽ 2 അറ്റം കൂട്ടിമുട്ടാൻ ഞാൻ പെടുന്ന പാട് എന്നൊക്കെ പറയുന്ന അതേ ഒരു ആട്രിബ്യൂട്ടാണ് ഈ ഒരു ക്രാക്കിംഗ് ദ IIT JEE എക്സാം എന്ന് പറയുന്നത്. അപ്പൊ വളരെ അധികം ബുദ്ധിമുട്ടോടുകൂടി വളരെയധികം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മള് സാധാരണയായിട്ട് കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കീം പരീക്ഷയെ കുറിച്ച് പറയും. ആ കീം പരീക്ഷയുടെ മാത്സ് പാർട്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും വരും. നേരെ മറിച്ച് നമ്മൾ മാത്സിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം they have to systematically work, they have to think in a peculiar manner. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, ആ ഒരു ഡിസൈൻ തിങ്കിങ് എന്നെല്ലാം പറയുന്ന പോലെയുള്ള ലോജിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, അതുപോലെ CBT, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ടൈം ഡിപ്പെൻഡന്റ് ആയി നമുക്കൊരു എക്സാമിനെ അഭിമുഖീകരിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നതാണ്, why is the IIT selection so bad in Kerala? കേരളത്തില് IIT സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കുട്ടികള് IITക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന
കുട്ടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് അപേക്ഷിച്ച് തുലോം കുറവാണ്. മാത്രമല്ല കിട്ടുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സെലക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും ബാഡ് ആവാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ലെവൽ നമുക്കറിയാം. കേരളം എന്ന് പറയുമ്പോൾ 100% ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. ആ 100% ലിറ്ററസി റേറ്റ് ഉള്ള കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽറ്റി എന്ന് പറയുന്നതിൽ ഇത് ഒരു പ്രത്യേക ഘടകമാണ്. കമ്പയർഡ് ടു നീറ്റ്, നമ്മൾ MBBS-നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുട്ടികൾ ആസ്പിരൻസ് ആണ്. അതേപോലെ ബയോളജി സബ്ജക്റ്റ് ഈസി ആയിട്ട് പഠിച്ചെടുത്ത് മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഫ്ലൈയിങ് കളേഴ്സ് നല്ല റിസൾട്ട് കൊണ്ടുവരുന്നു. നേരെ മറിച്ച് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോയിന്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വരുമ്പോൾ മാത്സ് എന്ന് പറയുന്നതെല്ലാം കുട്ടികൾക്ക് ഒരു ടൈം ഡിപ്പെൻഡന്റ് ആയി റിസൾട്ടിന്റെ ഓറിയന്റേഷൻ കൊണ്ടുവരാനായിട്ട് സാധ്യമല്ലാതാവുന്നു. അപ്പൊ ഇതിനെല്ലാം റീസൺ അവർ പറയാണ്, നമുക്ക് പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളെ JEE ലെവലിലുള്ള പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അഭാവം, അതായത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ JEE ലെവലിലുള്ള ഒരു നല്ല ഒരു കോച്ചിങ് സ്ഥാപനത്തിന്റെ അഭാവം. എന്തുകൊണ്ടാണ് ആ അഭാവം വരാൻ കാരണം? അധികം കുട്ടികൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അധികം കുട്ടികൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥാപനം അഥവാ കോച്ചിങ് സെന്ററിന് ആ JEE-യുടെ റിസൾട്ട് വെച്ച് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുട്ടികളുടെ ആ റിസൾട്ട് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ സാധ്യതകൾ കുറവായതുകൊണ്ട് IIT-യിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷന്റെ കുറവുള്ളത് കൊണ്ട് അതിന്റെ ഒരു അഭാവത്തിൽ തന്നെയാണ് കുട്ടികൾ എന്ന് കേരളത്തിൽ നിന്നുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ it will be generally a pathetic condition, pathetic results. അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങൾ അതിന്റെ നെഗറ്റീവ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ, നേരെ മറിച്ച് ഒരു IIT ആസ്പിറന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ IIT-യിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവർക്ക് ഒരു ഫണ്ടിങ് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക, അവരുടെ മനസ്സിൽ ഒരു ബിസിനസിന്റെ ആശയമുണ്ട് എന്ന് വിചാരിക്കുക. ഡെഫിനറ്റ് ആയിട്ട് IIT-യുടെ അലുമിനീസ് അവർക്ക് വേണ്ടി 50 ലക്ഷമോ 1 കോടിയോ എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനും അവരെ കൈപിടിച്ച് അവരെ ഡെവലപ്പ് ചെയ്ത് ഉയർത്തി കൊണ്ടുവരാനായിട്ട് IIT-കളിലെ റിസർച്ച് പാർക്കുകളാണ് അലൗ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഈ റിസർച്ച് പാർക്കുകൾ കാരണം തന്നെ IIT-കൾ എന്ന് പറയുന്നത് ഒരു ബൂമാണ്. ഇപ്പൊ പണ്ട് 7 IIT ഉണ്ടായിരുന്ന സ്ഥലത്ത് അതിന്റെ ഇരട്ടി IITs വന്നു, 14 IITs വന്നു അല്ലെ. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ IIT മദ്രാസ് എന്ന് പറയുന്നത് മാറി ഇപ്പൊ IIT എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ പാലക്കാട് ബോർഡറിൽ വാളയാറിൽ വന്നു, അതുപോലെ തിരുപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നു. അങ്ങനെ IITs-ന്റെ എണ്ണം കൂടി. ഇപ്പൊ വിദേശത്തെല്ലാം തന്നെ IITs വരുന്ന ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും 500,000 ഏക്കറുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അതിനിപ്പോൾ IIT സ്റ്റാറ്റസ് ക്യൂ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ IIT-കളുടെ എണ്ണം കൂടുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം IIT-യിൽ പഠിക്കാനുള്ള സാധ്യതകളും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം IIT-യിൽ പഠിക്കാനായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ഫെയർ ഫ്യൂച്ചറാണ്. അപ്പൊ ഇവിടെ IIT സെലക്ഷൻ കേരളത്തിൽ
ഇവിടെ ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ people outside Kerala start as early as 7th standard എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മള് രാജസ്ഥാനില് നമുക്കറിയാം കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ബാംഗ്ലൂരില് അങ്ങനെയുള്ള പല മെട്രോസും അവരിപ്പോ IIT ക്രാക്ക് ചെയ്യാൻ വേണ്ടി കുഞ്ഞുനാളിൽ തന്നെ 7ാം ക്ലാസ് തൊട്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഫണ്ടമെന്റൽ ആയിട്ട് അടിസ്ഥാനപരമായിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ മനോഹരമായിട്ട് അവർ നിറവേറ്റുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെയുള്ള ഇഷ്ടം പോലെ ടൈം വരാണ്. മെന്റേഴ്സ് ഉണ്ട്, കോച്ച് ഉണ്ട്, അങ്ങനെ എല്ലാവിധ ആനുകാലികമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് വരികയും അവർ മനോഹരമായി അതിനു വേണ്ടി നല്ല രീതിയിൽ അവരെന്ത് ചെയ്യാണ്, വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരു റിസൾട്ടിൽ എത്തിച്ചേരാനായിട്ട് ഈ ഫൗണ്ടേഷന്റെയും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള നോഹൗ മൂലം അവർക്ക് ലഭ്യമാവുകയും ചെയ്യുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികളുടെ ഒരു റിക്വയർമെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ കുട്ടികളാണ് എന്ന് വിചാരിക്കുക. നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ബോർഡ് എക്സാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനാണ് പാരന്റ്സ് ആയാലും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും അവരെല്ലാവരും തന്നെ ആ ഒരു ഒബ്സഷനിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ ഒരു ഒബ്സഷൻ ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുക? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒബ്സഷനിലൂടെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം അവര് ചൂസ് ചെയ്യാവുകയാണ്. അവര് പാരന്റ്സിന്റെ അടുത്ത് തന്നെ പറയാണ്, ഡിമാൻഡ് ചെയ്യാണ്, അതിന് എനിക്ക് 2 എണ്ണം കൂടി ഒരുമിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധ്യമാവുന്നില്ല. +1 പഠിക്കുന്ന കുട്ടി അഥവാ +2 പഠിക്കുന്ന ഒരു കുട്ടി, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റാർട്ടിങ് ആ ജൂൺ മാസം ക്ലാസ് ആരംഭിക്കുമ്പോൾ അവര് പല നല്ല കോച്ചിങ് സെന്ററിൽ പോയി 1 ലക്ഷം രൂപയൊക്കെ ഫീസ് അടയ്ക്കും. പക്ഷേ ഓൺ ദ വേ ഏകദേശം ഒരു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് സംഭവിക്കുകയാണ്? അവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒബ്സഷൻ അല്ലെങ്കിൽ കമ്പൽഷൻ അവർക്ക് പറ്റാതെ പോവുകയാണ്. ഓട്ടോമാറ്റിക്കലി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് പഠിക്കാനായിട്ട് എൻട്രൻസിന്റെ ആണോ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ബോർഡ് എക്സാമിന്റെ ആണോ പഠിക്കേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം വരികയാണ്. ആ പ്രശ്നം വരുന്നതിലൂടെ കുട്ടി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിന്റെ അടുത്ത് പറയാണ്, എനിക്ക് എൻട്രൻസിന്റെ കോച്ചിങ് ഉള്ളത് കൊണ്ട് എൻ്റെ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് സമയം കിട്ടുന്നില്ല. കുട്ടിയുടെ പാരന്റ് പറയാണ് എന്താണ് പോംവഴി എന്ന് പറയുമ്പോ കുട്ടി ഓട്ടോമാറ്റിക്കലി പറയാണ്, കോച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം നിർത്തി ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷന് ഞാൻ മുൻതൂക്കം കൊടുക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയാം. ഓട്ടോമാറ്റിക്കലി ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു പ്രയാസം വരാം. പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു മാർഗരേഖയും വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുകയാണ്? കുട്ടി പറയുന്നതിനോടനുസരിച്ച് പാരന്റ് ആ കോച്ചിങ് സെന്ററിലേക്ക് പഠിക്കാൻ പോകണ്ട എന്ന് പറയും. കുട്ടി വളരെ ഹാപ്പിയായി. കാരണം എന്താ? 2 ഭാഗത്തും ഹെവി പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സമാധാനമായി വീട്ടുകാരെ പറ്റിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ആവാമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, പൊതുവിൽ അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം വന്ന് പിന്നീട് ഒരു
ഡിസംബർ മാസം ആകുമ്പോഴാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രഷർ വരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി വീട്ടിലേക്കൊക്കെ ഹോം ട്യൂഷന് അധ്യാപകർ വന്ന് അവരത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകും. ഈ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഒബ്സഷൻ വരുന്ന സമയത്ത് പാരന്റ്സ് ഷുഡ് ടേക്ക് എ റൈറ്റ് ഡിസിഷൻ. പാരന്റ്സിന്റെ ഭാഗത്ത് അതൊന്നും നീ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഫീസ് 1 ലക്ഷം രൂപ ആർക്ക് വേണ്ടിയിട്ട് അടച്ചത്, നീ നിർബന്ധമായി പോണം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നാ ഞാൻ എക്സ്ട്രാ പഠിക്കേണ്ടതാണ്, സമയം അതിനു വേണ്ടി ചെലവഴിക്കണം എന്നുള്ള വാശി കുട്ടിക്ക് വരും. ഓട്ടോമാറ്റിക്കലി കുട്ടി എങ്ങനെയായാലും പഠിക്കാനായിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇടാനായിട്ടുള്ള തയ്യാറാണ്. ഈ എക്സ്ട്രാ എഫേർട്ട് തന്നെയാണ് അവരുടെ വിജയത്തിന്റെ മുഖമുദ്ര. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവർ ഒബ്സഷൻ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു കണ്ടീഷനിൽ കുട്ടി തീർച്ചയായിട്ടും ദയനീയമായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് കടക്കാം. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതിനെ നമുക്ക് നട്ടലായി നിൽക്കുന്നത് എന്താണ്, കുട്ടിക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടിയാണോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. അത് അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ നമ്മൾ ആ കുട്ടിയുടെ കപ്പാസിറ്റി എന്നുള്ളത് കുട്ടിക്ക് അതിന് കഴിയുമോ എന്നുള്ളത് നമ്മൾ ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യണം. പലതരത്തിലുള്ള അഭിരുചി പരീക്ഷകൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാനായിട്ട് സാധ്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേറ്റ് ബോർഡുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒക്കെ അവര് വളരെ എന്തോ സംഭവമാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. CBSE കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി കുറച്ച് ടഫ് ആയിട്ടുള്ള ഈ പറയുന്ന മാത്സ് ഒക്കെ ചെയ്തത് കൊണ്ടും കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് CBSE ഉപയോഗിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ICSE ആണെങ്കിലും സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും അവർക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ CBSE ബോർഡിൽ പഠിക്കുന്ന ആൾക്കാർക്ക് പ്രായോഗിക തലത്തിൽ മെന്റൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ, കാൽക്കുലേറ്റർ അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ കൂടുതലായിട്ട് അവര് സ്പീഡ് മാത്സിലേക്ക് പോകും. സ്പീഡായിട്ട് കണക്ക് ചെയ്യാനുള്ള കാലിബർ CBSE പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്തുണ്ടാവുന്നത്, എൻട്രൻസ് പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് നല്ല റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധ്യമാകുന്നത്. നെക്സ്റ്റ്, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം 100 out of 100 എന്ന് പറയുന്ന 100% റിസൾട്ട് കൊണ്ടുവരണം, ഫുൾ A+ വേണം എന്നുള്ള ഒരു തെറ്റായ ചിന്താഗതിയാണുള്ളത്. ഈ പറയുന്ന ഫുൾ A+ ഇല്ലെങ്കിൽ പോലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് കൂടുതൽ നേരം എൻട്രൻസിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ 80% ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ പോലും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും എൻട്രൻസിന് വേണ്ടതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുകയും അതിന് നല്ല റിസൾട്ട് കൊണ്ടുവരാനുമായിട്ട് സാധ്യമാകണം എന്നുള്ളതാണ് അവിടെ നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫ്ലേറ്റഡ് റിസൾട്ട് ആണ് ബോർഡ് എക്സാമിന് ഉണ്ടാവുക. പല തരത്തിലുള്ള ബോർഡുകളിലും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ നമ്പർ എഴുതി കഴിഞ്ഞാൽ കുറച്ച് മാർക്ക് ഇട്ട് കൊടുക്കുക, കുട്ടി എന്തായാലും പാസ്സാവും. അപ്പോ നമ്മളുടെ ഒരു പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 99% ഒക്കെ ആവും. വളരെ തെറ്റായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഫ്ലേറ്റഡ് റിസൾട്ട്. അവസാനം കുട്ടിയുടെ അടുത്ത് പേര് എഴുതാൻ പറഞ്ഞാൽ അതിൽ അക്ഷരത്തെറ്റുണ്ടാവാത്ത രീതിയിൽ കുട്ടി നല്ല രീതിയിൽ അവർക്ക് നല്ല ഗ്രാമർ ഉണ്ടാവണം, നല്ല ലാംഗ്വേജ് ഉണ്ടാവണം, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടി അച്ചീവ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സിലേക്ക് പോകാനായിട്ടുള്ള രീതികളെല്ലാം തന്നെ നന്നായി മുന്നേറാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനോഹരമായിട്ട്
പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് വിജയം എന്ന് പറയുന്നത് നമുക്ക് സുനിശ്ചിതമാകുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജെഇഇയിലെ പ്രിപ്പറേഷൻ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത്. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന കോമ്പിനേഷനുള്ള കുട്ടികൾ അവര് കീം എന്ന് പറഞ്ഞിട്ടുള്ള കേരള എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് കേരളത്തിലുള്ള സ്വാശ്രയ കോളേജിലോ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലോ പോകുന്ന ഒരു ഇതിൽ നിന്ന് മാറി അവർക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുകയാണെങ്കിൽ അത് IIT-യുടെ ഒരു സർട്ടിഫിക്കറ്റിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് IIT ലെവലിലേക്ക് ഒരുങ്ങാനും പ്രിപ്പയർ ചെയ്യാനും അവരുടെ 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ കൊടുത്ത് അവർക്ക് അവരുടെ ജീവിതത്തിലെ നല്ല ഒരു ലെവലിലേക്ക് കയറി പോകുവാനും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന രീതിയിലേക്കും പിൽക്കാലത്ത് അവർക്ക് റിസർച്ച് പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കയറി പോവുകയും അതിന്റെ തലപ്പത്ത് CEO എന്ന് പറഞ്ഞിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് വരെ എത്തിച്ചേരാനായിട്ടുള്ള ഒരു നല്ല മാർഗനിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്